ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇസ്ലാമിക് എഡ്യൂക്കേഷണൽ ബോർഡിൻ്റെ കീഴിൽ 2ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മദ്രസ ബോർഡിംഗ് മദ്രസ കീഴിലുള്ള 2ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് ഖുർആൻ ഹിഫ്ലിൻ്റെ തിലാവത്തുൽ ഖുർആൻ എന്ന ചോദ്യപേപ്പറിൻ്റെ ഒരു മോഡലാണ് ഞാനിവിടെ പോസ്റ്റ് ചെയ്യുന്നത്. നമുക്ക് എന്തൊക്കെയാണ് ഈ ചോദ്യപേപ്പറിൽ വന്നത് എന്ന് നോക്കി മോഡലാക്കി മനസ്സിലാക്കാം. ഇത് തന്നെ വരണം എന്ന് നമുക്ക് ഉറപ്പില്ല, പക്ഷേ ഹിഫ്ലിൻ്റെ ഭാഗം അത് തന്നെയാണ് വരിക. പിന്നെ ആയത്തിൻ്റെ നമ്പേഴ്സ് മാറി വേറെ ആയത്തൊക്കെ ചോദിക്കും, അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഹിഫ്ലിന് അവരെ ബുക്കിൻ്റെ അവസാനത്തിൽ പ്രത്യേകം അവർക്ക് കൊടുത്ത പോർഷനാണ് ഹിഫ്ലിന് അവരെ പഠിപ്പിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കി ഓതാൻ മുസഫിലെ സൂറത്തുൽ ഓഷിയയിലെ 17ാമത്തെ ആയത്ത് മുതൽ 26ാമത്തെ ആയത്ത് വരെയാണ്. അപ്പോൾ ആ ആയത്തിൽ എന്തൊക്കെയാണ് ഓരോ ആയത്ത് ഓതുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതൊക്കെയാണ് ഇവിടെ താഴെ കാണിച്ചത്. അതിൽ മഹാരിദിൽ ഹുറൂഫ് അക്ഷരങ്ങൾ പുറപ്പെടുന്ന സ്ഥലം, പിന്നെ തജ്വീദ് നിയമങ്ങൾ. അതിൽ തജ്വീദ് നിയമം കുട്ടികൾ ഓതുന്ന, അതായത് പറഞ്ഞു കൊടുക്കണ്ട, പക്ഷെ അവിടെ ഇന്നമ എന്നൊക്കെ ഓതുമ്പോൾ ഷദ്ദുള്ള നൂനിനെ മണിക്കണം. സുമ്മ ഇന്ന എന്നൊക്കെ ഓതുമ്പം മീമിനെ ഷദ്ദുള്ള നൂനിനെ മണിക്കണം. പിന്നെ ഇന്നമാ മദ് അല്ലേ, മദ് നീട്ടാനുള്ളത്, കൂടുതൽ നീട്ടാനുള്ള മദ്. പിന്നെ ഇലാ എന്ന് നീട്ടുമ്പോഴുള്ള കുറഞ്ഞ രീതിയിൽ നീട്ടുന്നത്. പിന്നെ അസ്സമായി, അപ്പോൾ അവിടെ ഷംസിയ അക്ഷരങ്ങൾ വരുന്നത്. പിന്നെ ഇലൽ അർലി അങ്ങനെ വരുമ്പോൾ കമരിയ അക്ഷരം വരുന്നത്. അതൊക്കെ അവർ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഉച്ചാരണത്തിൽ അവർ ശ്രദ്ധിച്ച് ഓതുന്നത് ഒക്കെയാണ്. പിന്നെ ഹംസ, മദ്, ഉന്നത്തു നൂന്, മീമ്, ദാലിൻ്റെ മഹ്റജ്, ദാല് ഒക്കെ ഉച്ചരിക്കുമ്പോൾ സ്വാദ്, ലോ തോ ലോ ഐന്, ഫാ ഖാഫ്, ഹ ഇതിൻ്റെയൊക്കെ ഉച്ചാരണങ്ങളൊക്കെ അവർ ഓതുമ്പോൾ ശരിയായിട്ടാണോ വരുന്നത് എന്നൊക്കെ ശ്രദ്ധിക്കുക. അതൊക്കെയാണ് അവർ നോക്കി ഓതുന്ന ഭാഗത്ത് ശ്രദ്ധിക്കേണ്ടത്. ഇനി ഹിഫ്ലിന് വന്നത് ഇവിടെ ഇന്നാഅത്തൈനാക്കൽ കൗസർ തൊട്ടിട്ട് ഹുവൽ അബ്തർ വരെ. പിന്നെ കുല്യായുൽ കാഫിറൂൻ അത് വലിയ ദീൻ അവസാനം വരെ ഓതി കൊടുക്കുക. പിന്നെ അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ അത് അൻസലാത്തിഹിം സാഊൻ വരെ അങ്ങനെ. പിന്നെ ലി ഈലാഫി ഖുറൈഷ് അത് മുഴുവനായിട്ട് ഓതാണ്ട്. പിന്നെ അലംതറ കൈഫ ഫഅല റബ്ബുക അതും കസ്ഫി മഖൂൽ വരെ. അപ്പോൾ അതൊക്കെ കാണാതെ ഓതി കൊടുക്കാനും വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഹിഫ്ലിൻ്റെ ഭാഗം അവരെ അവസാനത്തെ ഭാഗമാണ്. നമുക്ക് ഹാഫ് ഇയർലി എക്സാമിന് കുറച്ച് ഭാഗവും പിന്നെ ബാക്കി ഈ ഫൈനൽ എക്സാമിനും ആണ്. അപ്പോൾ അത് രണ്ടും മനസ്സിലാക്കിയിട്ട് ആണ് സൂറത്തുകൾ അവർ മനസ്സിലാക്കി പഠിക്കേണ്ടത്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. നോക്കി ഓതാൻ ഏത് സൂറത്തും വരാം. ഓഷിയ, അല്ലത്താക്ക, ഇക്ര അങ്ങനെ അവസാനത്തേക്കുള്ള സബ്ബിസ്മ അങ്ങനെയൊക്കെ സൂറത്ത് നോക്കി ഓതാൻ വരും. അപ്പോൾ അതൊക്കെ നന്നായിട്ട് പഠിപ്പിക്കുക. ഇത്രയാണ് ചോദ്യപേപ്പർ കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇന്നത്തെ വോയിസ് അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.